എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 IPL സീസണിലെ ഏറ്റവും വലുതും ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചതുമായ ആ തോൽവിക്ക് ശേഷം വാങ്കഡെ സ്റ്റേഡിയത്തിൽ തളം കെട്ടിനിന്ന ആ ശ്മശാനമൂകത ഇന്നും ക്രിക്കറ്റ് ലോകത്തെ ആകപ്പാടെ പിടിച്ചുകുലുക്കുകയാണ്. IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളും വിജയശ്രീലാളിതരുമായ മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ സ്വന്തം തട്ടകത്തിൽ വെച്ച് പഞ്ചാബ് കിങ്സിനു മുന്നിൽ അടിയറവ് പറഞ്ഞപ്പോൾ തകർന്നടിഞ്ഞത് കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയങ്ങൾ മാത്രമല്ല, മുൻ ക്യാപ്റ്റനും ഇതിഹാസ ബാറ്ററുമായ സാക്ഷാൽ രോഹിത് ശർമ്മയുടെ ക്ഷമയുടെ നെല്ലിപ്പലക കൂടിയാണ്. മത്സരം അവസാനിച്ചതിനു ശേഷം ഡ്രസ്സിംഗ് റൂമിന് പുറത്തു കണ്ട ആ കാഴ്ചകൾ മാത്രമായിരുന്നു ഇന്ന് രോഹിത് ശർമ്മ എത്രത്തോളം ഒരു അഗ്നിപർവ്വതം പോലെ തിളച്ചുമറിയുകയാണെന്ന് മനസ്സിലാക്കാൻ. സാധാരണയായി വളരെ ശാന്തനായും എപ്പോഴും തമാശകൾ പൊട്ടിച്ചും നമ്മൾ കാണാറുള്ള ഹിറ്റ്മാന്റെ ആ വിശ്വരൂപം കണ്ട് ക്രിക്കറ്റ് ലോകം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി. ആ നാണം കെട്ട തോൽവിക്ക് ശേഷം തന്റെ മൗനം വെടിഞ്ഞ രോഹിത് ഈ തകർച്ചയ്ക്ക് കാരണമായ 5 വലിയ കൈപ്പേറിയ സത്യങ്ങളാണ് തുറന്നടിച്ചത്. അത് ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയെ മാത്രമല്ല, ടീം സെലക്ഷനെയും വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്നതായിരുന്നു. ഇന്നത്തെ ഈ ചരിത്രപരമായ വീഡിയോയിൽ ടീമിനുള്ളിലെ വടംവലികളെക്കുറിച്ചും ബൌളർമാരുടെ ദിശാബോധമില്ലാത്ത തന്ത്രങ്ങളെക്കുറിച്ചും ബാറ്റർമാരുടെ കീഴടങ്ങലിനെക്കുറിച്ചും രോഹിത് ശർമ്മ നടത്തിയ ആ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളുടെ ഓരോ സൂക്ഷ്മ വിശദാംശങ്ങളും നമ്മൾ പരിശോധിക്കുകയാണ്. അതുകൊണ്ട് ഈ വീഡിയോ ഒരൽപ്പം പോലും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം മുംബൈ ഇന്ത്യൻസിന്റെ മാനേജ്മെന്റിനെ പോലും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ആ പച്ചയായ സത്യമാണ് രോഹിത് എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ തോൽവി ഉറപ്പായ ആ നിമിഷം വാങ്കഡയിലെ ആ ചരിത്ര മൈതാനത്ത് പടർന്ന നിശബ്ദത ടീമിന്റെ ആത്മാവിനെ തന്നെ പിടിച്ചുകുലുക്കുന്നതായിരുന്നു. ക്യാമറകൾക്കും സഹതാരങ്ങൾക്കും മുന്നിലേക്ക് രോഹിത് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തെ ആ കാഠിന്യവും കണ്ണുകളിലെ തീക്ഷ്ണതയും ഒരു കാര്യത്തിൽ വ്യക്തത നൽകി: ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്കോ ന്യായീകരണങ്ങൾക്കോ അദ്ദേഹം ഒരുക്കമല്ല എന്ന്. 196 റൺസ് എന്ന വലിയ ലക്ഷ്യം പ്രതിരോധിക്കുമ്പോൾ ഇരുമ്പ് പോലുള്ള അച്ചടക്കവും വളരെ വ്യക്തമായ മാനസികാവസ്ഥയും അനിവാര്യമാണെന്നും, എന്നാൽ നമ്മുടെ ടീമിന് അതിൽ വലിയ വീഴ്ച സംഭവിച്ചുവെന്നും അദ്ദേഹം തുറന്നടിച്ചു. തോൽവിയുടെ ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ബൌളിംഗ് നിരയുടെ നട്ടെല്ലില്ലായ്മയെയാണ്. വാങ്കഡെ പോലുള്ള ഒരു ബാറ്റിംഗ് പിച്ചിൽ ചെറിയ ബൗണ്ടറികൾ ഉള്ളപ്പോൾ പഞ്ചാബിലെ അപകടകാരികളായ ബാറ്റർമാർക്ക് അവർക്കിഷ്ടമുള്ള രീതിയിൽ ഷോർട്ടും വൈഡും നിറഞ്ഞ പന്തുകൾ എറിയത് T20 ക്രിക്കറ്റിൽ ഒരു വലിയ കുറ്റകൃത്യമാണെന്ന് അദ്ദേഹം അസന്ദിഗ്ധമായി പറഞ്ഞു. ശ്രേയസ് അയ്യരെയും പ്രഭ് സിമ്രനെയും പോലുള്ള ലോകോത്തര താരങ്ങൾക്ക് അവർക്കിഷ്ടമുള്ള ഷോട്ടുകൾ കളിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയാൽ അവർ നിങ്ങളെ മത്സരത്തിൽ നിന്ന് വളരെ ക്രൂരമായി പുറത്താക്കുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇന്ന് നമ്മുടെ ബൌളർമാർക്ക് യാതൊരുവിധ പ്ലാൻ ബിയോ ബാക്കപ്പ് തന്ത്രങ്ങളോ ഉണ്ടായിരുന്നില്ല. പവർ പ്ലേയിലെ ആദ്യ 6 ഓവറുകളിൽ തന്നെ 62 റൺസ് വിട്ടുകൊടുത്തത് നമ്മുടെ തോൽവിയുടെ ആദ്യത്തെയും ഏറ്റവും ശക്തമായ അടിത്തറ പാകി. ലോകോത്തര ബൌളറായ ജസ്പ്രീത് ബുംറ തീർത്തും ഒറ്റപ്പെട്ടുപോയി എന്നും മറുവശത്തുനിന്ന് സമ്മർദ്ദം ചെലുത്താൻ ആരുമില്ലായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിന് തൊട്ടു പിന്നാലെ രണ്ടാമത്തെ കൈപ്പേറിയ കാരണമായി അദ്ദേഹം ടീമിന്റെ ഫീൽഡിംഗിലെ അച്ചടക്കമില്ലായ്മയെ രൂക്ഷമായി വിമർശിച്ചു. കൈവിട്ട ക്യാച്ചുകളും ബൗണ്ടറി ലൈനിലെ വളരെ അലസമായ ഫീൽഡിംഗും മുംബൈ ഇന്ത്യൻസ് പോലുള്ള പ്രതിഭാശാലിയായ ടീമിന് ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്ന് അദ്ദേഹം രോഷത്തോടെ പറഞ്ഞു. തുടർന്ന് ഏറ്റവും സ്ഫോടനാത്മകമായ അടുത്ത കാരണമായി അദ്ദേഹം മൈതാനത്തെടുത്ത തീരുമാനങ്ങളെ വലിച്ചുകീറി. ഒരു പക്വതയുള്ള കളിക്കാരനെ പോലെ അദ്ദേഹം നേരിട്ട് ഹാർദിക് പാണ്ഡ്യയുടെ പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും നിലവിലെ നേതൃത്വത്തിനോട് താൻ എത്രത്തോളം വിയോജിക്കുന്നു എന്ന ആ വാക്കുകളിലെ ഓരോ അക്ഷരവും വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ബൌളിംഗിൽ വരുത്തിയ മാറ്റങ്ങളും പ്രത്യേകിച്ച് സ്പിന്നർമാരെ ആക്രമണത്തിനായി കൊണ്ടുവന്ന സമയവും ക്രിക്കറ്റിന്റെ സാമാന്യ ബുദ്ധിക്ക് തികച്ചും നിരക്കാത്തതായിരുന്നു അദ്ദേഹം വിലയിരുത്തി. പ്രഭ് സിമ്രനും ശ്രേയസ് അയ്യരും ആധിപത്യം സ്ഥാപിക്കുകയും പന്ത് ബൗണ്ടറി കടത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ തന്ത്രങ്ങൾ കൂടുതൽ ആക്രമണോത്സാഹമാകണമായിരുന്നു. സ്ലിപ്പുകളിട്ട് ബാറ്റർമാരുടെ മനസ്സിൽ ഭയം ജനിപ്പിക്കണമായിരുന്നു. എന്നാൽ അതിനുപകരം വെറും പ്രതിരോധത്തിലൂന്നിയ ഫീൽഡിംഗ് വെച്ച് റൺസ് തടയാനുള്ള ആ ശ്രമങ്ങൾ തികച്ചും പരാജയമായിരുന്നു. ഒരു ക്യാപ്റ്റന്റെ യഥാർത്ഥ ജോലി മുന്നിൽ നിന്ന് നയിക്കുകയാണ്. മൈതാനത്തിന് നടുവിലുള്ള തന്ത്രങ്ങൾ പാളുകയും ദിശാബോധമില്ലാതാകുകയും ചെയ്യുമ്പോൾ ടീമിലെ മറ്റു കളിക്കാർ ഏത് ദിശയിലേക്ക് നീങ്ങണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലാകും എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ വലിയ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം വളരെ വികാരാധീനനും ഗൗരവക്കാരനുമായ രോഹിത് ഏറ്റവും ആഴത്തിലുള്ള മറ്റൊരു കാരണമായി ടീമിനുള്ളിലെ മാനസിക കരുത്തിന്റെയും ഒത്തൊരുമയുടെയും വലിയ അഭാവത്തെ ചൂണ്ടിക്കാട്ടി. മുംബൈയുടെ താഴോട്ടു പോകുന്ന ഗ്രാഫ് കണ്ട അദ്ദേഹത്തിന് അനുഭവിക്കുന്ന ആ വലിയ വേദന ആ വാക്കുകളിൽ വ്യക്തമായിരുന്നു. മുംബൈ തനിക്കും ഈ നഗരത്തിനും വെറുമൊരു 11 കളിക്കാരുടെ ടീമല്ലെന്നും മറിച്ച് ചോരയും നീരും നൽകി വളർത്തിയെടുത്ത ഒരു കുടുംബമാണെന്നും ഇടറിയ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു.
എന്നാൽ ഇന്ന് താൻ മൈതാനത്തായിരുന്നപ്പോൾ ആ കുടുംബത്തെ എങ്ങും കാണാൻ കഴിഞ്ഞില്ലെന്നും കളിക്കാർ ഓരോരുത്തരും ഓരോ വഴിക്ക് ഓടുന്ന കാഴ്ചയാണ് കണ്ടതെന്നും ആ പഴയ ഐക്യവും സാഹോദര്യവും ആരുടെയും മുഖത്ത് ഉണ്ടായിരുന്നില്ല. മുംബൈയെ 5 തവണ ചാമ്പ്യന്മാരാക്കിയ ആ വിജയദാഹവും അഭിമാനവും ഇന്ന് ടീമിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമായതെന്നത് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഒടുവിലൊരു വലിയ മുന്നറിയിപ്പോടെയാണ് ഹിറ്റ്മാൻ തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. ഈ അഭിമാനകരമായ ടൂർണമെന്റിൽ നമ്മുടെ നിലനിൽപ്പ് ഉറപ്പാക്കണമെങ്കിൽ ഈ ഭൗതികമായ വലിയ തെറ്റുകൾ ഒട്ടും സമയം കളയാതെ ഉടൻ തിരുത്തണം. നമ്മൾ ഇനിയും ഉണർന്ന് പ്രവർത്തിക്കാതെ പരസ്പരമുള്ള ഈ വടംവലികളിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ഈ സീസൺ മുംബൈ ഇന്ത്യൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും നാണംകെട്ട സീസണായി മാറുമെന്ന് അദ്ദേഹം താക്കീത് നൽകി. ടീമിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ എത്രത്തോളം മോശമാണെന്നും ഏകോപനത്തിൽ എത്രത്തോളം വലിയ കുറവുണ്ടെന്നും രോഹിത്തിന്റെ ഈ ജ്വലിക്കുന്ന വാക്കുകൾ അടിവരയിടുന്നു. വരും മത്സരങ്ങളിൽ മുംബൈ ക്യാമ്പിൽ വളരെ വലുതും ഞെട്ടിക്കുന്നതുമായ മാറ്റങ്ങൾ സംഭവിക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് രോഹിത്തിന്റെ ഈ പുതിയ അവതാരം നൽകുന്നത്. കാരണം ഇത്തരത്തിലുള്ള സാധാരണ കളികൾ ഇനിയും സഹിക്കാൻ രോഹിത് ഒരുക്കമല്ല. സുഹൃത്തുക്കളെ, മുംബൈയുടെ ഈ തോൽവി വെറുമൊരു യാദൃശ്ചികതയല്ല എന്ന് രോഹിത് ശർമ്മയുടെ ഈ വാക്കുകൾ വ്യക്തമാക്കുന്നു. മാനേജ്മെന്റ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമോ അതോ ടീമിലെ ഈ വിള്ളലുകൾ ഇനിയും വർദ്ധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. നിങ്ങൾക്കെന്ത് തോന്നുന്നു? രോഹിതിന് വീണ്ടും ക്യാപ്റ്റൻ സ്ഥാനം കൈമാറണമോ? നിങ്ങളുടെ വിലയേറിയതും സത്യസന്ധമായ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മുംബൈ ഈ ആഘാതത്തിൽ നിന്ന് കരകയറുമോ? ക്യാപ്റ്റൻ രോഹിത് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. കൂടാതെ IPL 2026 ഇതുപോലുള്ള രോമാഞ്ചം കൊള്ളിക്കുന്ന ഓരോ അപ്ഡേറ്റുകൾക്കും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.